അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മ ബഅദ്. ഫയാ ഇഖ്വാനി ഫില്ലാ. സൗദി അറേബ്യയിൽ ജീവിച്ചിരുന്ന പ്രമുഖനായ പണ്ഡിതനാണ് ഹമൂദ് അത്തുവൈജിരി റഹിമഹുല്ലാ. ഹമൂദ് ബിനു അബ്ദില്ല അത്തുവൈജിരി റഹിമഹുല്ലാ വഫാത്താകുന്നത് ഒരു 30 വർഷങ്ങൾക്കപ്പുറത്താണ്. ഹിജറ 1413 അദ്ദേഹം വഫാത്താകുന്നത്. അദ്ദേഹം പറയുന്നത്, ഇപ്പോൾ നമ്മൾ ധാരാളമായി കണ്ടുകൊണ്ടിരിക്കുന്ന, പ്രത്യേകിച്ച് ഖുർആൻ പഠിക്കുന്ന, ഹിഫ്ള് ചെയ്യുന്ന കുട്ടികളിലൊക്കെ കണ്ടുവരുന്നൊരു സ്വഭാവമാണ് ഖുർആൻ പഠിക്കുമ്പോൾ ഇങ്ങനെ ആടി ഓതുക എന്നുള്ളത്. മുന്നോട്ടും പിന്നോട്ടും അതുപോലെ തന്നെ ഇടത്തോട്ടും വലത്തോട്ടൊക്കെ ഇങ്ങനെ ഖുർആൻ പാരായണം ചെയ്യുന്ന സമയത്തുള്ള ആട്ടവും ചലനവും അത് ശത്രുക്കളായിട്ടുള്ള, ഇസ്ലാമിൻ്റെ ശത്രുക്കളായിട്ടുള്ള, അള്ളാഹുവിൻ്റെ ശത്രുക്കളായിട്ടുള്ള ആളുകളോടുള്ള തശബ്ബുഹാണ്. അവർ അവരുടെ ആരാധന വേളകളിലൊക്കെ ചെയ്യുന്ന ഒരു പ്രവർത്തനമായിട്ടാണ് പണ്ഡിതന്മാർ സൂചിപ്പിച്ചിട്ടുള്ളത്. യഹൂദികളുടെ ബിദ്അത്തു യഹൂദികളുടെ ബിദ്അത്തായിട്ടാണ് പണ്ഡിതന്മാർ അതിനെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം പറയുന്നൊരു വാചകമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അദ്ദേഹം പറയാണ്, മിനത്ത് തശബ്ബുഹി ബിഅഅദാഇല്ലാഹി തആല, അള്ളാഹുവിൻ്റെ ശത്രുക്കളോടുള്ള സാദൃശ്യപ്പെടലിൽ പെട്ടതാണ് മാ യഫ്അലുഹു കസീറുൻ മിനന്നാസ്, ഒരുപാട് ആളുകൾ ചെയ്യുന്ന ഒരു പ്രവർത്തനം. എന്താണത്? മിനൽ ഇഹ്തിസാജി വ തഹ്രീക്കി റുഊസ് ഇൻദ ഖിറാഅത്തിൽ ഖുർആൻ, ഖുർആൻ പാരായണം ചെയ്യുന്ന സമയത്ത് തല അനക്കുക, അതുപോലെ തന്നെ അങ്ങനെയുള്ള ചലനങ്ങൾ, ഖുർആൻ പാരായണ സമയത്ത് വരുന്ന ആ രൂപത്തിലുള്ള ചലനം, മുന്നോട്ടും പിന്നോട്ടും അല്ലെങ്കിൽ ഇടത്തോട്ടും വലത്തോട്ടും അങ്ങനെ ആടി ഓതുക, ഇത് നമുക്ക് പലപ്പോഴും കണ്ടുവരുന്നൊരു കാര്യമാണ്. ഖുർആൻ ഓതുന്ന, ധാരാളമായി പാരായണം ചെയ്യുന്ന, പ്രത്യേകിച്ച് ഖുർആൻ പഠിക്കുന്ന, ഹിഫ്ളൊക്കെ പഠിക്കുന്ന ആളുകൾ ചെയ്യുന്ന ഒരു പണിയാണ് ഈ പറഞ്ഞിട്ടുള്ള ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള ആട്ടവും ചലനങ്ങളൊക്കെ. അത് തശബ്ബുഹു ബിഅഅദാഇല്ലാ, അള്ളാഹുവിൻ്റെ ശത്രുക്കളോടുള്ള സാദൃശ്യപ്പെടൽ, അവരുടെ ആരാധന സമയത്ത് ചെയ്യുന്ന, യഹൂദികളൊക്കെ ചെയ്യുന്ന ഒരു പണിയാണത്. അതുകൊണ്ട് ഖുർആൻ പാരായണം ചെയ്യുന്ന സന്ദർഭത്തിൽ ഇങ്ങനെയുള്ള ആട്ടവും ചലനവും നമ്മൾ ഉപേക്ഷിക്കേണ്ടതാണ്, ഒഴിവാക്കേണ്ടതാണ്. അങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ പ്രത്യേകിച്ചും നമ്മളത് അറിയിച്ചു കൊടുക്കണം. ഹിഫ്ള് പഠിക്കുന്ന വിദ്യാർത്ഥികളോടത് പറഞ്ഞു കൊടുക്കണം. പലപ്പോഴും അങ്ങനെ പഠിച്ചു വന്ന കുട്ടികൾ, അല്ലെങ്കിൽ അത് ശീലിച്ചു വന്ന കുട്ടികൾ, അവർക്ക് പെട്ടെന്ന് അത് അവസാനിപ്പിക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. പക്ഷെ നമ്മൾ നിരന്തരം അത് ഓർമ്മപ്പെടുത്തിയിട്ടൊക്കെ അത് ഒഴിവാക്കേണ്ടതാണ്. അങ്ങനെയുള്ള ആട്ടവും ചലനവും ഇല്ലാതെ ഖുർആൻ പാരായണം ചെയ്യാൻ നമ്മൾ ശീലിക്കണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.